നമസ്കാരം. ആധുനിക നിർമ്മാണ മേഖലയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്നത് സിമന്റിനെയാണ്. കെട്ടിടങ്ങളുടെ ഉറപ്പിനും നഗരവൽക്കരണത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കും സിമന്റ് നൽകിയ സംഭാവനകൾ ചെറുതല്ല. എന്നാൽ ഈ വികസനത്തിന് പിന്നിൽ വലിയൊരു പാരിസ്ഥിതിക ആഘാതം ഒളിഞ്ഞിരിപ്പുണ്ട്. സിമന്റ് നിർമ്മാണത്തിനായി മലനിരകൾ ഇല്ലാതാക്കുന്നതും അതിൽ നിന്നുള്ള കാർബൺ ഉദ്വമനവും ഭൂമിക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള RMIT സർവകലാശാലയിലെ ഗവേഷകർ പുതിയൊരു ബദൽ മാർഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മണ്ണും വെള്ളവും പുനരുപയോഗം ചെയ്ത കാർഡ്ബോർഡും മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന കാർഡ്ബോർഡ് കൺഫൈൻഡ് റാംഡ് എർത്ത് എന്ന സങ്കേതമാണ് നിർമ്മാണ ലോകത്തെ ഇപ്പോൾ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളലിന്റെ ഏകദേശം 8% സിമന്റ് വ്യവസായത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സിമന്റിലെ പ്രധാന ചേരുവയായ ചുണ്ണാമ്പ് കല്ല് ലഭിക്കുന്നതിനായി വൻതോതിൽ മലനിരകൾ ഇടിച്ചു നിരത്തപ്പെടുന്നത് ജൈവ വൈവിധ്യത്തെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും തകിടം മറിക്കുന്നു. ഇതിന് പരിഹാരമായാണ് പുരാതന മൺഭിത്തി നിർമ്മാണ രീതിയെ ഗവേഷകർ ആധുനിക സാങ്കേതിക വിദ്യയുമായി കൂട്ടിയിണക്കിയത്. സിമന്റിന് പകരം പുനരുപയോഗം ചെയ്ത കാർഡ്ബോർഡ് ട്യൂബുകളാണ് ഇവിടെ ബലത്തിനായി ഉപയോഗിക്കുന്നത്. ഈ ട്യൂബുകൾ മണ്ണ് നിറയ്ക്കുവാനുള്ള അച്ചുകളായും ഭിത്തിക്ക് കരുത്തു നൽകുന്ന ഘടകങ്ങളായും ഒരേ സമയം പ്രവർത്തിക്കുന്നു. സാധാരണ മണ്ണും വെള്ളവും ഈ ട്യൂബുകളിൽ നിറച്ച് ലളിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അമർത്തിയെടുക്കും. ഉണങ്ങിക്കഴിയുമ്പോൾ വലിയ ഭാരം താങ്ങുവാൻ ശേഷിയുള്ള കരുത്തുറ്റ നിർമ്മിതിയായി ഇത് മാറുന്നു. പരീക്ഷണശാലകളിൽ നടത്തിയ പരിശോധനകളിൽ ഈ പുതിയ സാമഗ്രി സിമന്റ് ചേർത്ത നിർമ്മാണ രീതികളെക്കാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കാർഡ്ബോർഡ് ട്യൂബുകളുടെ കനം 1 മുതൽ 4 മില്ലിമീറ്റർ വരെ ക്രമീകരിക്കുന്നതിലൂടെ മർദ്ദം താങ്ങുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കാർബൺ ഫൈബർ പോലെയുള്ള അത്യാധുനിക സാമഗ്രികൾ കൂടി ഉപയോഗിക്കുന്നതോടെ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിന് തുല്യമായ കരുത്ത് ഇതിന് ലഭിക്കുമെന്ന് സ്ട്രക്ചേഴ്സ് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സിമന്റ് ഫാക്ടറികളോ വലിയ ചൂളകളോ ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമില്ല എന്നതിനാൽ ഊർജ്ജ ഉപഭോഗം വൻതോതിൽ കുറയ്ക്കുവാനും സാധിക്കും. ഓസ്ട്രേലിയയിൽ മാത്രം പ്രതിവർഷം 22 ലക്ഷം ടണ്ണിലധികം പേപ്പറും കാർഡ്ബോർഡും മാലിന്യമായി തള്ളപ്പെടുന്നുണ്ട്. ഇവ നിർമ്മാണ മേഖലയിലേക്ക് വഴിതിരിച്ചു വിടുന്നതിലൂടെ മാലിന്യ നിർമ്മാർജ്ജനവും കുറഞ്ഞ ചെലവിലുള്ള വീട് നിർമ്മാണവും സാധ്യമാകും. ഭാരം കുറഞ്ഞ കാർഡ്ബോർഡ് അച്ചുകൾ എളുപ്പത്തിൽ എവിടെയും എത്തിക്കാമെന്നതും മണ്ണും വെള്ളവും പ്രാദേശികമായി കണ്ടെത്താമെന്നതും നിർമ്മാണ ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു. സിമന്റിനെ ആശ്രയിക്കാതെ തന്നെ സുരക്ഷിതമായ കെട്ടിടങ്ങൾ നിർമ്മിക്കാം എന്നത് വികസ്വര രാജ്യങ്ങളിലെ പാർപ്പിട പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാകും. ചൂടുള്ള കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം നിർമ്മാണ രീതികൾ ഏറെ അനുയോജ്യമായിരിക്കും. പഴയകാല മൺവീടുകളെ പോലെ ഇവ കെട്ടിടത്തിനുള്ളിലെ താപനില ക്രമീകരിച്ച് നിർത്തുവാൻ സഹായിക്കും. ഇത് എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം കുറയ്ക്കുവാനും അതുവഴി വൈദ്യുതി ലാഭിക്കുവാനും വഴിയൊരുക്കും. ചെറിയ വീടുകൾ, താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് CCRE സാങ്കേതിക വിദ്യ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദമായ ഈ വിപ്ലവം നിർമ്മാണ മേഖലയുടെ ഭാവി തന്നെ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമയി TV.